ഇതെന്റെ ഫ്രണ്ട് എനിക്ക് കൊണ്ടുതന്നതാണ്. അവളുടെ വീട്ടിലുണ്ടായ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ്. കറിവേപ്പിലൊക്കെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കാണുന്ന തന്നെ രസമല്ലേ. പിന്നെ പിന്നെ നല്ല പഴുത്ത കർമൂസ ഉണ്ട്. പഴുത്തത് മാത്രമല്ല ഒരു പച്ചയും കൂടി ഉണ്ട് കേട്ടോ, നമുക്ക് ഉപ്പേരിയൊക്കെ വെക്കാൻ പറ്റിയ. അപ്പോൾ പഴുത്തത് ഞാൻ അപ്പം തന്നെ പകുതി മുറിച്ച് കുറച്ചൊക്കെ ഞാൻ അപ്പം തന്നെ കഴിച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. നല്ല എന്താ പറയാ, നല്ല നല്ല മധുരവും നമ്മൾ ഈ വെണ്ണ പോലെ എന്നൊക്കെ പറയുന്ന പോലെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കിതൊക്കെ ഭയങ്കര വലിയ കാര്യമാണ്. പിന്നെ പച്ചക്കർമ്മൂസ ഞാൻ അപ്പൊ തന്നെ ഒന്ന് മുറിച്ച് വെക്കാണ് രാവിലെ ഉപ്പേരി വെക്കാന്. രാവിലെ എണീറ്റിട്ട് ഇത് അരിയലൊക്കെ സമയം വൈകുമല്ലോ. അപ്പൊ ഏതായാലും ഇപ്പം നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് ചെയ്തു വെച്ചാൽ രാവിലത്തെ പണി ഈസി ആവുമല്ലോ എന്ന് വിചാരിച്ച് അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് ഈ കർമ്മൂസൊക്കെ ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് കടുക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് വലിയ കടുക്കയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നന്നാക്കുന്നതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പൊ അതൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ചിട്ട് ഞാൻ വേഗം രാത്രിയിലേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ. കടുക്ക നന്നാക്കൽ കുറേ സമയം എടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് ഞാൻ വേഗം പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ച് ഗോതമ്പിന്റെ പുട്ടാട്ടോ ഉണ്ടാക്കണത്. അപ്പൊ അതിനുള്ളതൊക്കെ നനച്ച് വെച്ച് അപ്പോഴേക്ക് കടുക്കൊക്കെ നല്ലോണം വെന്ത് വന്ന് പിന്നെ അത് നന്നാക്കി കഴിയുമ്പോഴേക്ക് കുറേ സമയമായി. അപ്പോഴേക്ക് പുട്ടൊക്കെ ചുട്ട് പുട്ടിന് ഇഷ്ടകറി കേട്ടോ രാവിലെ വെച്ച്